40 വർഷം മുമ്പ് നടന്നൊരു മരണം. ആരാണ് മരിച്ചതെന്ന് പോലും അറിയാതെ ആ കേസ് അവസാനിച്ചു. പക്ഷേ വർഷങ്ങൾക്കിപ്പുറം വന്നൊരു കൺഫെഷൻ ആ പഴയ കേസ് വീണ്ടും തുറന്നു. 1986 കോഴിക്കോട് കൂടരഞ്ഞിയിൽ ഒരു കനാലിൽ ഒരു യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തുകയുണ്ടായി. അന്ന് അയാളെ തിരിച്ചറിയാൻ ആരും എത്തിയില്ല. ഒടുവിൽ അൺഐഡൻറ്റിഫൈഡ് ബോഡിയായ ആ കേസ് അടഞ്ഞു. ഏകദേശം 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം മുഹമ്മദ് അലി എന്നയാൾ പോലീസിന് മുന്നിൽ ഒരു കാര്യം വെളിപ്പെടുത്തി. തനിക്ക് 14 വയസ്സുള്ളപ്പോൾ കൂടരഞ്ഞിയിൽ ഒരു യുവാവിൻ്റെ മരണത്തിന് താൻ ഉത്തരവാദിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. പോലീസിന് മുന്നിലുണ്ടായിരുന്നത് വർഷങ്ങൾ പഴക്കമുള്ള കുറച്ച് രേഖകളും ഒരു പഴയ ന്യൂസ് പേപ്പർ റിപ്പോർട്ടും പിന്നെ മുഹമ്മദ് അലിയുടെ ഓർമ്മകളും മാത്രം. പോലീസ് പഴയ റെക്കോർഡ് വീണ്ടും പരിശോധിച്ചു. അപ്പോഴാണ് വർഷങ്ങളായി കാണാതായിരുന്ന കണ്ണൂർ സ്വദേശിയായ മോഹനെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ കേസുമായി ബന്ധപ്പെടുന്നത്. പിന്നീട് മോഹൻ്റെ ബന്ധുക്കളും പഴയ പോലീസ് രേഖകളും പരിശോധിച്ചപ്പോൾ 1986 കണ്ടെത്തിയ മൃതദേഹം മോഹൻ്റേതാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിരുന്നു. 40 വർഷം കഴിഞ്ഞിട്ടും ഒരു പഴയ കേസിൻ്റെ ഒരു ഭാഗം വീണ്ടും തെളിഞ്ഞു. പക്ഷേ ഈ കഥയ്ക്ക് ഇനിയൊരു ചോദ്യം ബാക്കിയുണ്ട്. ആ 40 വർഷം പഴയ സത്യം ഇത്രയും കാലം എങ്ങനെ മറഞ്ഞു കിടന്നു?